അതെ, ഇന്ന് നമുക്കൊരു സിമ്പിൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാവേ. പണി അത്ര സിമ്പിളൊന്നുമല്ല കേട്ടോ. സിമ്പിളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് വളരെ കുറച്ച് മസാല ആൻഡ് ഇൻഗ്രീഡിയൻസ് ആണ്. ആദ്യം തന്നെ പാൻ വെച്ച് ഓയിലൊഴിച്ച് അതിലേക്ക് മാരിനേഷൻ ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ചിക്കൻ മാരിനേഷന് വേണ്ടി ഉപ്പ്, മുളക്, മഞ്ഞൾ അത്രേ യൂസ് ചെയ്തിട്ടുള്ളേ. പിന്നെ സെയിം പാനിലേക്ക് നല്ല തിന്നായി അരിഞ്ഞു വെച്ച സവാള. ഞാൻ ഈ സവാള ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റിയ ശേഷം ആ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കത്തുള്ളേ. ചിക്കൻ്റെ ആ ഫ്ലേവർ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണേ. പിന്നെ കുറച്ച് അരി, ഞാനിവിടെ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് എടുക്കുന്നുണ്ട്. ഞാൻ ദാ ഈ കുക്കറിലാണ് റൈസ് വേവിക്കുന്നത്. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് സ്പൈസസ് ഇട്ട് ഒന്ന് ചൂടാക്കി അതിലേക്ക് വെള്ളം ഒഴിച്ച് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, അതാണ് റേഷ്യോ. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള 1 സ്പൂൺ ഇടാം. പിന്നെ ഉപ്പ്, പിന്നെ ലെമൺ ജ്യൂസ്. ഈ വെള്ളം നല്ല തിളച്ച് വരുമ്പോൾ കഴുകി വെച്ച അരിയും ഇട്ട് അടച്ചു വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ്സ്. വെള്ളമൊക്കെ വറ്റി അരി നല്ല പാകത്തിന് വേവായി കിട്ടും കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ മസാല സെറ്റാക്കാം. അതിനാവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കാം. എനിക്ക് ഈ ബിരിയാണി പോട്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ കുക്കറിലാണ് ബിരിയാണി സെറ്റ് ചെയ്യാറ്. അതുകൊണ്ട് മസാല റെഡിയാക്കുന്നതും ഇതിലാണ്. അപ്പോൾ ഇതാ കുക്കറിലേക്ക് നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച ഓയിൽ, അതിലേക്ക് സ്പൈസസ് ഇട്ട് ചൂടാക്കി ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തതും ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് അതിലേക്ക് തിന്നായി മുറിച്ച് വെച്ച് ടൊമാറ്റോസ് ആഡ് ചെയ്ത് അതെല്ലാം കൂടെ നന്നായി വഴന്ന് വരുമ്പോൾ ഉപ്പ്, ടൊമാറ്റോയ്ക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം. കാരണം ചിക്കനിലും റൈസിലും നമ്മൾ നേരത്തെ ഉപ്പ് ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇത്രയും ഇട്ട് സോട്ട് ചെയ്ത് അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ഇടണം. അയ്യോ, എൻ്റെ ചിക്കൻ പീസസ് ഇതാ തെറിച്ച് 2 അപ്പുറത്തെ പറമ്പിൽ പോയി വീണിട്ടുണ്ടേ. അത് പോട്ടെ. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് അതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച സവാള പകുതി ആഡ് ചെയ്യാം. ഞാനിതിലേക്ക് ഇച്ചിരി വെള്ളം തിളപ്പിച്ച് ഒഴിച്ചിട്ടുണ്ടേ, കാരണം ദമ്മിടുമ്പോൾ അടിക്ക് പിടിക്കാതിരിക്കാനാണ് കേട്ടോ. പിന്നെ ഇച്ചിരി പുതിനയിലയിട്ട് വേവിച്ച് വെച്ച റൈസും ഇട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് സവാള ഫ്രൈ ചെയ്ത് വെച്ചതും ഇട്ട് അടച്ച് വെച്ച് ദം ചെയ്യാം. കാഷ്യൂ കിസ്മസ് ഒന്നും ഞാനിടുന്നില്ല കേട്ടോ, കാരണം എൻ്റെ പുത്രന് അതൊന്നും ഇഷ്ടമല്ല. എൻ്റെ ദമ്മെന്ന് പറഞ്ഞാൽ ഒരു ഇടികല്ല് ദമ്മാണ് കേട്ടോ. അപ്പോൾ ഇടികല്ല് കൊണ്ട് ദമ്മിട്ട് വെച്ച ബിരിയാണി അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടേ. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. നമ്മുടെ മക്കൾക്ക് എന്ത് വേണം പറഞ്ഞാൽ അത് സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അതിനപ്പുറം വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതാ ഇടികല്ലൊക്കെ പെറുക്കി മാറ്റിയിട്ടുണ്ടേ. എങ്ങനെയുണ്ട്? കാണാനൊക്കെ പൊളിയല്ലേ? ഇനി ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് എൻ്റെ പൊന്നോമന പുത്രൻ പറയും, കാരണം അവൻ്റെ ഫേവറേറ്റാണ് എൻ്റെ ഈ ബിരിയാണി. വായിൽ ബിരിയാണി നിറച്ച് വെച്ചിട്ട് സൂപ്പറാണെന്ന് പറയുവാണേ. അതാണ്. അപ്പോൾ ഓക്കെ, ബൈ. ഇനി അടുത്ത റെസിപ്പി ആയിട്ട് കാണാവേ.